ഹായ് SSC മലയാളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റി എന്നുള്ള ചാപ്റ്ററാണ്. സോ നിങ്ങൾ പഴയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഞാൻ വലിയ ഇൻട്രൊഡക്ഷനിലോട്ട് ഒന്നും കടക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആ ചാപ്റ്ററിലേക്ക് എടുക്കാം. അപ്പോൾ എന്താണ് ഗ്രാവിറ്റി? എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്? അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഒബ്ജക്ട്സും മറ്റു ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യും? അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അതായത് ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അതായത് ഒരു ബോഡി വേറൊരു ബോഡിയെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഗ്രാവിറ്റി ഈസ് എ ഫോഴ്സ് ബൈ വിച്ച് എ പ്ലാനറ്റ് ഓർ അതർ ബോഡീസ് ഡ്രോസ് ഒബ്ജക്റ്റ് ടുവേർഡ്സ് ഇറ്റ് സെൻറ്റർ, അല്ലേ? അതിൻ്റെ സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബോഡിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓർത്തോണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു നോൺ കോണ്ടാക്ട് ഫോഴ്സാണ് കേട്ടോ. അത് നോൺ കോണ്ടാക്ട് ഫോഴ്സാണ്. അതായത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാത്ത ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അത് എപ്പോഴും അട്രാക്റ്റീവ് ഇൻ നേച്ചറായി കേട്ടോ. അതെപ്പോഴും അട്രാക്റ്റീവ് ഇൻ നേച്ചറായിരിക്കും. അതായത് ഇത് നോൺ കോണ്ടാക്ട് ഫോഴ്സാണ്, അതായത് ഡയറക്റ്റ് ടച്ചില്ല. പിന്നീട് എന്താണ്? ഇത് അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഇത് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. ഇതൊരിക്കലും ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കില്ല. അപ്പോൾ ഓർത്തോണം, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ നോൺ കോണ്ടാക്ട് അട്രാക്റ്റീവ് ഫോഴ്സ്. എപ്പോഴും അട്രാക്ഷൻ മാത്രമുള്ള ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് നമ്മളെ പ്ലാനറ്റ്സിനെയും സണ്ണിനെയൊക്കെ, അല്ലെങ്കിൽ സണ്ണിൻ്റെ ചുറ്റും എന്ത് ചെയ്യുക, ഈ പ്ലാനറ്റ്സിനെയൊക്കെ അതേ ഓർബിറ്റിൽ തന്നെ പിടിച്ച് നിർത്തുന്ന ആരാണ്? ഈ ഒരു ഗ്രാവിറ്റേഷണൽ എന്ന് പറയുന്നൊരു ഫോഴ്സ്, അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്നുള്ളൊരു ഫോഴ്സാണ് സണ്ണിനെയും മറ്റ് പ്ലാനറ്റ്സിനെയും എല്ലാം അതിൻ്റെ ഓർബിറ്റിൽ തന്നെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഫോഴ്സ്. ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അതെന്ത് ക്വാണ്ടിറ്റിയാണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പിന്നീട് എർത്ത് എന്ത് ചെയ്യും? നമ്മുടെ എർത്തിൻ്റെ സെൻറ്ററിലേക്ക്, അതിൻ്റെ സർഫസിലുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും എന്ത് ചെയ്യും? എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് പുള്ളി. നമുക്കറിയാമല്ലോ ന്യൂട്ടൻ്റെ കാര്യമൊക്കെ, അല്ലേ? ഐസക് ന്യൂട്ടൻ അല്ലേ? ഐസക് ന്യൂട്ടൻ എന്ത് ചെയ്യും? ഐസക് ന്യൂട്ടൻ ഒരിക്കൽ ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ എന്ത് വീണു? ഒരു ആപ്പിൾ വന്ന് വീണപ്പോൾ അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടായി. എന്തുകൊണ്ട് ഈ ആപ്പിൾ താഴേക്ക് വീണു? മുകളിലേക്ക് പോകാതെ എന്തുകൊണ്ട് താഴേക്ക് വീണു? അതിനെ തുടർന്നുള്ള സ്റ്റഡീസിൽ നിന്നാണ് പുള്ളി ഗ്രാവിറ്റേഷണൽ ലോ എന്ത് ചെയ്ത് കണ്ടുപിടിച്ച്. സോ നമുക്ക് കടക്കാം, എന്താണ് ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ മക്കളെ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ. ഈ ലോകത്തുള്ള എല്ലാ ബോഡിയും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്, ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. ഇപ്പോൾ M1 M2 എന്ന മാസമുള്ള രണ്ട് ബോഡിയാണ് നിൽക്കുക. M1 എന്നുള്ള മാസമുള്ള ഒരു ബോഡി, ദെൻ M2 എന്ന മാസമുള്ള മറ്റൊരു ബോഡി. ആൻഡ് അവർ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് വിചാരിക്കുക. സോ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആയിരിക്കുകയാണെങ്കിൽ അവരുടെ മാസ് M1 ഉം M2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ്. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ മാസുകളുടെ എന്ന പ്രോഡക്റ്റിനും ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. അപ്പം എന്താണ്? അവരുടെ ഡിസ്റ്റൻസുകളുടെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ആര് പറയുന്നത്? ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസ് കൂടുന്നു അത്രത്തോളം നമുക്കിടയിലുള്ള ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? സ്ക്വയർ ടൈംസ് കുറയും. സോ ഇങ്ങനെ സ്ക്വയർ ടൈംസ് ഇൻവേഴ്സ് ഉള്ള റിലേഷനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ, ഇൻവേഴ്സ് സ്ക്വയർ ലോ അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്ക്വയർ റൂൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നതാണ്. അത് ഗ്രാവിറ്റേഷൻ്റെ ഈ റൂളിനെ മാത്രമല്ല പറയുന്നത്. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് സംതിങ് എന്ന് പറയുന്നത് എല്ലാം എന്താണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരുന്നോണം. ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ ഈക്വൽ സൈൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ? ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ G എന്ന ലെറ്റർ വെച്ചാണ്. ആ ക്യാപിറ്റൽ Gയെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ് ക്യാപിറ്റൽ ലെറ്റർ G. അതിൻ്റെ വാല്യൂ ആണ് 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ
കിലോഗ്രാം സ്ക്വയർ. ഇതിൻ്റെ യൂണിറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ഈ വാല്യൂവിനേക്കാളും യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യൂണിറ്റ് ഒന്ന് ഓർത്തിരിക്കുക. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇനി ജിയുടെ വാല്യൂ ആദ്യമായി കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പോൾ ആ ഡീറ്റെയിലും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഈ ലോ ഓർത്തിരിക്കുക. ഈ ഇൻവേഴ്സ് സ്ക്വയർ റൂൾ എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടി നോക്കുക. നമുക്ക് ഈ പറഞ്ഞ കണക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനകത്തുനിന്ന് കൺക്ലൂഷനും മറ്റ് കാര്യങ്ങളൊക്കെ എഴുതാൻ ചോദിക്കും. അപ്പോൾ ഓർത്തോണം, ലോ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റി ഇൻവേഴ്സ് സ്ക്വയർ റൂൾ അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതെന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദർ മാസസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണ്. പിന്നീട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. കണ്ടോ, ഇത് 6 ആണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അവൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ അവിടെ വരുന്ന കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 6.67 × 10⁻⁻11 ആണ്. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഇക്കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് എന്നുള്ള സയൻറ്റിസ്റ്റ് ആണ്. അത് സ്റ്റാറ്റിക് GK ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. സോ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മളെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത ഇതിനകത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റിനെ നമ്മളങ്ങ് റിലീസ് ചെയ്തു. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാജുവലി ആ ഒബ്ജക്റ്റിൻ്റെ എന്ത് ചെയ്യും? സ്പീഡ് കൂടി വരും. നിങ്ങൾ എത്രത്തോളം ഹൈറ്റ് കൂട്ടുന്നോ അത്രത്തോളം സ്പീഡിലായിരിക്കും ആ ബോഡി താഴെ വന്ന് പതിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരു ബോഡിയുടെ സ്പീഡ് കൂടി വരികയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടെന്നാണ്. ആ ആക്സിലറേഷൻ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ആക്സിലറേഷൻ കിട്ടുന്നത് എർത്തിൻ്റെ ഗ്രാവിറ്റിയിൽ നിന്നാണ്, അല്ലെങ്കിൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ആ ആക്സിലറേഷൻ നമുക്ക് കിട്ടുന്നത്. അതായത് ഗ്രാവിറ്റേഷൻ മൂലമുള്ള ആക്സിലറേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ഗ്രാവിറ്റി മൂലമുള്ള ആക്സിലറേഷൻ എന്ന് പറയും. ആ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ആ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കേട്ടോ. എർത്ത് ഗ്രാവിറ്റി, എർത്തിൻ്റെ ഗ്രാവിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഈ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ? 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ചില കേസുകളിൽ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ എടുക്കും. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസ് ചൂസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് 10 ഇട്ടാൽ മതിയാവും, ചിലപ്പോൾ നിങ്ങൾക്ക് 9.8 ഇട്ടാൽ മതിയാവും. അത് ആ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. ഓക്കെ. ഇനി ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് ഞാനിവിടെ പറഞ്ഞു അല്ലേ മക്കളെ? അപ്പോൾ എന്താണ് ഫ്രീലി ഫോളിംഗ് ബോഡി? നമ്മൾ മുമ്പ് മോഷൻ്റെ കാര്യത്തിൽ പഠിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാലാണ് ഫ്രീലി ഫോളിംഗ് ബോഡി. അതായത് ഒരു ബോഡി ഒരു ബോഡി എർത്തിൻ്റെ ഗ്രാവിറ്റി മൂലം മാത്രം മൂവ് ചെയ്യുവാണ്. അവന് വേറെ ഇനീഷ്യലായിട്ടൊരു ഫോഴ്സും കൊടുക്കാതെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് മൂലം മാത്രം യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാത്രം അതിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആണെങ്കിൽ, അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫ്രീ ഫോൾ? Free fall is the motion of a body under the influence of only gravitational force. ഇവിടെ എന്ത് മാത്രമേ വരാൻ പാടുള്ളൂ? only gravity മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. മറ്റ് ഇനീഷ്യലായിട്ട് യാതൊരു വിധ ഫോഴ്സ് കൊടുത്താലും നമ്മളതിനെ ഒരിക്കലും എന്തെന്ന് പറയില്ല? ഫ്രീ ഫോൾ എന്ന് പറയില്ല. ഫ്രീ ഫോളിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇനി ആ ജി എന്ന് പറയുന്ന വാല്യൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി എന്നുള്ള വാല്യൂ നമ്മുടെ ക്യാപിറ്റൽ ജിയും തമ്മിലൊരു ബന്ധമുണ്ട്. അത് ഓർത്തിരുന്നോണം. ജി ഈസ് ഈക്വൽ ടു GM/R². ഓർത്തോണം, സ്മോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ GM/R². അപ്പോൾ ഓർത്തോണം, ഇത് എന്ന് ഈ ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. സ്മോൾ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. അത് ഓർത്തോണം. ഈ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദറ്റ് പ്ലാനറ്റ് ആണ് കേട്ടോ. മാസ് ഓഫ് ദി പ്ലാനറ്റ് ആണ്. ഏത് പ്ലാനറ്റിൻ്റെ ആണോ മാസ്, ആ മാസാണ് എം എന്ന് പറയുന്നത്, പ്ലാനറ്റ് കേട്ടോ. വേറെ ആർ എന്ന് പറയുന്നത് ആ പ്ലാനറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വലിയ ബോഡിയുടെ റേഡിയസ് ആണ്. ഇപ്പോൾ എർത്ത് എന്ന് പറയുന്ന ഒരു വലിയ ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ എം എന്ന് പറയുന്നത് എന്തായിരിക്കും? എർത്തിൻ്റെ മാസും. ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എർത്തിൻ്റെ റേഡിയസും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇനി മറ്റൊരു കാര്യം
ഓർത്തിരിക്കേണ്ടത് ഈ ജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെ ആയിരിക്കും. കാരണം ജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു ആക്സിലറേഷൻ തന്നെയാണ്. ആക്സിലറേഷൻ്റെ എല്ലാ യൂണിറ്റ് എന്ത് തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഫ്രീ ഫോളിൻ്റെ കേസിൽ ഓർത്തോണം, ഫ്രീ ഫോളിൻ്റെ കേസിൽ ആ ബോഡിയുടെ ഷേപ്പിനെയോ സൈസിനെയോ മാസിനെയോ ഒരിക്കലും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം അതായത് മാസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു ബോൾ വീഴുമെന്ന് നിൽക്കുക, അതായത് ഇവിടെ ചെറിയ മാസമുള്ളൊരു ബോൾ വീഴുന്നു, പിന്നീട് ഇവിടെ വലിയ മാസമുള്ളൊരു ബോൾ വീഴുന്നു, ഇനി ഇതല്ലാതെ മറ്റൊരു ഷേപ്പിലുള്ള വേറൊരു ഒബ്ജക്റ്റ് വീഴുന്നു. ഈ 3 ഒബ്ജക്റ്റ് വീണാലും ഈ 3 ഒബ്ജക്റ്റിൻ്റെയും സൈസിനെയോ ഷേപ്പിനെയോ അല്ലെങ്കിൽ അവൻ്റെ മാസിനെയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ജി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ബോഡി വീണാലും ഇവിടെ എല്ലാം ജിയുടെ വാല്യൂ എത്ര തന്നെ ആയിരിക്കും, 9.8 ആയിരിക്കും. ഇവിടെ 9.8 ആയിരിക്കും, ഇവിടെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഈ 3 ഇടത്തെയും വാല്യൂ, അതായത് എത്ര വലിയ ബോഡിക്കാണെങ്കിലും എത്ര ചെറിയ ബോഡിക്കാണെങ്കിലും എല്ലാം എന്താണ്, ജി എന്ന് പറയുന്നത് 9.8 തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എർത്തിൻ്റെ സൈസോ ഷേപ്പോ മാസ് അല്ല ഉദ്ദേശിക്കുന്നത്. ആ വീഴുന്ന എർത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിൻ്റെ സർഫസിലിരിക്കുന്ന ആ ബോഡിയുടെ കേസാണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് സൈസ് ആൻഡ് ഷേപ്പ് എന്ന് പറയുന്നത്. പ്ലാനറ്റിൻ്റെ അല്ല, ആ പ്ലാനറ്റിൻ്റെ സർഫസിൽ വീഴുന്ന ആ ബോഡിയുടെയാണ്. അപ്പോൾ ആ കാര്യം കൺഫ്യൂഷൻ ഇല്ലാതെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നീട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 1/6 ആയിരിക്കും എന്ത്, മൂണിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് എർത്തിന് 9.8 ആണ് എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്കിൽ 9.8/6 ആയിരിക്കും എന്തിൻ്റെ, ആ മൂണിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. മക്കളെ, അപ്പം നമുക്ക് ഒരു ടേമും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് രണ്ടും രണ്ട് കോൺസെപ്റ്റാണ്. അപ്പോൾ ഓർത്തോണം, മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ്. ആ ബോഡിക്കകത്ത് എന്തുമാത്രം മാറ്റർ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്തെന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത്. ആ മാസ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ്, അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് വേരി വിത്ത് പ്ലേസ് ആൻഡ് ടൈം. അതായത് ഈ മാസ് എന്ന് പറയുന്നൊരു സംഭവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആ സമയത്തിനോ സ്ഥലത്തിനോ അനുസരിച്ച് ഈ മാസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. മാസ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. എന്ത്, സ്പേസും ടൈമും മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്ലേസും ടൈമും മാറുന്നതനുസരിച്ച് ഒരിക്കലും മാസിന് ചേഞ്ച് വരത്തില്ല. പക്ഷേ വെയിറ്റ് എന്ന് പറയുന്ന സംഭവം, വെയിറ്റ് എന്നുള്ള സംഭവം എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് W ഇസ് ഈക്വൽ ടു M ഇൻറ്റു ജി ആണ്. ഓർത്തോണം, വെയിറ്റ് W ഇസ് ഈക്വൽ ടു M ഇൻറ്റു ജി ആണ്. വേറെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കേട്ടോ. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും മക്കളെ, വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം, നോക്കൂ, ഒരു ഉദാഹരണം നോക്കൂ. The mass of a body on earth is 60 kilogram. Calculate the weight of that body on moon. ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്, വെയിറ്റ് ഓൺ മൂൺ കണ്ടുപിടിക്കാനാണ്. നമ്മുടെ ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫോർ എർത്ത് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഞാനൊരു നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 10 എന്ന് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾ നോക്കുക, അതാ ഇവിടെ എല്ലാവരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഓപ്ഷനകത്ത് A 6, B 60, C 600, D 6000. ഇങ്ങനത്തുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ചാടിക്കയറി നമ്മൾ എന്ത് ചെയ്യുക, 600 അല്ല, ഇവിടെ 10, ഇവിടെ 100. ഇങ്ങനെ ഓപ്ഷനാണ് തരുന്നതെന്ന് ചോദിക്കുക. എല്ലാവരും എന്ത് ചെയ്യും, ചാടിക്കയറി 1/6 എന്ന് കാണുമ്പോഴത്തേക്ക് ഇത് 60/6 = 10 എന്ന് പറഞ്ഞ് ഓപ്ഷൻ B 10 അങ്ങ് കുത്തും.
ഓർത്തോണം, ഇത് തെറ്റാണ്. ഇതാ കേട്ടോ, ഒരിക്കലും 10 അല്ല വരുന്നത്. അപ്പോൾ ഓർക്കണം, ഒരിക്കലും എന്തല്ല മാറുന്നത് മക്കളെ, മാസ് അല്ല മാറുന്നത്. ഒരു ബോഡിക്ക് 60 കിലോഗ്രാം മാസ് എർത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ബോഡിക്ക് എന്ത് തന്നെ ഉണ്ട്, ആ 60 കിലോഗ്രാം മാസ് തന്നെ എന്തിലുമുണ്ട്, മൂണിലുമുണ്ട്. അതാണ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം കേട്ടോ. ഒരു ബോഡിക്ക് 60 കിലോഗ്രാം മാസ് എർത്തിലുണ്ടെങ്കിൽ ആ ബോഡിക്ക് 60 കിലോഗ്രാം മാസ് തന്നെ മൂണിലും ഉണ്ടായിരിക്കും. കാരണം മാസ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ എമൗണ്ട് ഓഫ് മാറ്ററാണ്. ആ മാറ്റർ നമ്മൾ ഇവിടുന്ന് ഒരു സാധനത്തിനെ മൂന്നിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മാറ്റർ അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം വെയിറ്റ് ഓൺ എർത്ത് കണ്ടുപിടിക്കുക. വെയിറ്റ് ഓൺ എർത്ത് കണ്ടുപിടിക്കുക കേട്ടോ. എർത്തിലെ വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്തോടെ, W = ഞാൻ പറഞ്ഞു M×G ആണ്. മാസിൻ്റെ വാല്യൂ എത്ര, 60 ആണ് കണ്ടോ. ജിയുടെ വാല്യൂ എത്ര, 10. ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്, 600 ന്യൂട്ടൺ ആണ് എന്തെന്ന് പറയുന്നത്, വെയിറ്റ് ഓൺ എർത്ത് എന്ന് പറയുന്നത് കേട്ടോ. 600 ന്യൂട്ടൺ ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വെയിറ്റ് ഓൺ മൂൺ കണ്ടുപിടിച്ചാൽ പോരെ. ഇനി വെയിറ്റ് ഓൺ മൂൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 600നെ നിങ്ങൾ എന്ത് ചെയ്യുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ എത്ര കിട്ടോടെ, 100 ന്യൂട്ടൺ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, വെയിറ്റ് ഓൺ മൂൺ എന്ന് പറയും. അപ്പോൾ ഓർക്കണം, കയറി എന്തോ കണ്ടാലും ഡയറക്റ്റ് കയറി 1/6 എന്ന് പറഞ്ഞ് പഠിച്ചെന്ന് പറഞ്ഞ് ഡയറക്റ്റ് ഈ കിലോഗ്രാമിനെ കയറി 6 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്. കാരണം മാസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല മക്കളെ, ചേഞ്ച് ചെയ്യത്തില്ല. മാസ് ഡസ് നോട്ട് ചേഞ്ചസ്. എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ, വെയിറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ഓൺ എർത്ത് കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ചതിന് ശേഷം ആ വെയിറ്റിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, 6 ഉണ്ട് ഓർത്തോണം. വെയിറ്റ് ഓൺ മൂൺ ഇസ് ഈക്വൽ ടു, ഇതാണ് നമ്മൾ ഇക്വേഷൻ, വെയിറ്റ് ഓൺ മൂൺ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓൺ എർത്ത് ഡിവൈഡഡ് ബൈ 6 ആണ് കേട്ടോ. വെയിറ്റ് ഓൺ മൂൺ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓൺ എർത്ത് ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പോൾ ആ കാര്യമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. വെയിറ്റിനെ വേണം ഡിവൈഡ് ചെയ്യാൻ, അല്ലാതെ മാസിനെ അല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളൊരു കാര്യം. ആ പ്രോബ്ലം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് അടിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കി ചെയ്ത് പഠിക്കണേ. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലോ അല്ലേ. സോ ഇതാണ്. ഇനി ജിയുടെ വാല്യൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അടുത്ത നോക്കാനുള്ളത് കേട്ടോ. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മളെ എർത്തിൻ്റെ പല പ്ലേസസിലും പലതായിരിക്കും. അതിന് ഇക്വേഷനൊക്കെ ഉണ്ട്, Gm/r + r, r+h, r-h എന്നൊക്കെ പറഞ്ഞ് +2 നിങ്ങളൊരു വലിയ പ്രൂഫൊക്കെ സയൻസ് പഠിച്ചവർ പഠിച്ചിട്ടുണ്ടാവും. നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്കതിൻ്റെ വാല്യൂസ് മാത്രം മതി, അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് എന്നുള്ളത് മാത്രം മതി നമുക്ക്. ഓർത്തോണം, ദ വാല്യൂ ഓഫ് G ഡിക്രീസസ് വിത്ത് ഹൈറ്റ് ഓർ ഡെപ്ത് ഓൺ എർത്ത് സർഫസ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്താ, ഇവിടം തൊട്ടാണ്. G ഈസ് മാക്സിമം അറ്റ് പോൾസ്. ഓർത്തോണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എവിടെ ആയിരിക്കും, മാക്സിമം അറ്റ് എവിടെ ആയിരിക്കും മക്കളെ, പോൾസ്. ഓർത്തോണം, പോൾ, എർത്തിൻ്റെ പോളിലായിരിക്കും എന്ത് ചെയ്യും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്നത് എവിടെയാണ്, പോളിലാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ പോളിൽ നിൽക്കുന്ന ഒരാൾക്ക് അയാൾ എന്താ ഇക്വേറ്റർ നിൽക്കുന്നതിനേക്കാളും വെയിറ്റ് അയാൾക്ക് എന്ത് ചെയ്യും, അയാൾ പോളിൽ നിൽക്കുവാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പം സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് പോളാണ്. ആക്ച്വലി ഈ 9.8 എന്നുള്ള വാല്യൂ ഇല്ലേ, 9.8 m/s² എന്നുള്ള വാല്യൂ എർത്തിൻ്റെ എല്ലാ സ്ഥലത്തും 9.8 m/s² അല്ല. അപ്പം എർത്തിൻ്റെ പോളിൽ ഒരു വാല്യൂ ആയിരിക്കും, ഇക്വേറ്ററിൽ വേറൊരു വാല്യൂ ആയിരിക്കും, ഇന്ത്യയിൽ വേറൊരു വാല്യൂ ആയിരിക്കും. അങ്ങനെ സ്ഥലം മാറുന്നതനുസരിച്ച്, എർത്തിൻ്റെ ജിയോഗ്രഫിക്കൽ സൈറ്റ്സ് മാറുന്നതനുസരിച്ച് പല പല ഫാക്ടേഴ്സ് വെച്ചിട്ട്, ഡെപ്തും ഹൈറ്റും ഒക്കെ വെച്ചിട്ട് ഈ ജിയുടെ വാല്യൂ മാറും. ഈ G 9.81 അല്ലെങ്കിൽ 9.8 m/s² എന്ന് നമ്മൾ പറയുന്നത് എർത്തിലെ കുറേ പോയിന്റ്സിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുത്തതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ് കേട്ടോ. നമുക്ക് എല്ലായിടത്തും ഓരോ സ്ഥലത്ത് ഈ പറഞ്ഞ കണക്ക് ഓരോ വാല്യൂ, ചിലത് 9, ചിലത് 8, ചിലത് 8.9, ചിലപ്പോൾ 10 ആയിരിക്കും, അല്ലെങ്കിൽ 10.1 ആയിരിക്കും. ഇങ്ങനെയൊക്കെ വരുന്ന വാല്യൂസ് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മളൊരു ആവറേജ് ആയിട്ട് എർത്തിൻ്റെ പല പല പോയിന്റ്സിൻ്റെ ആവറേജ് ആയിട്ട് എടുക്കുന്ന വാല്യൂ ആണ് ആക്ച്വലി ഈ 9.8 m/s² എന്നുള്ള ഈ ഒരു വാല്യൂ. അപ്പം അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. സോ G ഈസ് മാക്സിമം അറ്റ് എവിടെയാണ്, പോൾസിലാണ്. പോളിലാണ് എന്ത്, ജിയുടെ മാക്സിമം വാല്യൂ വരുന്ന എവിടെയാണ്, പോളിലാണ്. ആൻഡ് G ഈസ് മിനിമം അറ്റ് ഇക്വേറ്റർ. ജിയുടെ വാല്യൂ ഏറ്റവും മിനിമം വരുന്നത് എവിടെയാണ്, ഇക്വേറ്ററാണ്. അതായത് ഇക്വേറ്ററിലാണ് ജിയുടെ വാല്യൂ ഏറ്റവും മിനിമം വരുന്നത്. ആൻഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്, ഈ എർത്തിൻ്റെ സെൻറ്ററിൽ ജിയുടെ വാല്യൂ എത്ര ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും കേട്ടോ. എർത്തിൻ്റെ ഏറ്റവും സെൻറ്ററിൽ ജിയുടെ വാല്യൂ എത്ര ആയിരിക്കും, 0 ആയിരിക്കും കേട്ടോ. ഇനി ഓർത്തോണം, G ഡിക്രീസസ് ഇഫ് ദി ആംഗുലർ സ്പീഡ് ഓഫ് ദി എർത്ത് ഇൻക്രീസസ് ആൻഡ് റിവേഴ്സ് ഇഫ്
ഓൾസോ ട്രൂ, റിവേഴ്സ് ഈസ് ഓൾസോ ട്രൂ. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന വാല്യൂ കുറയും എപ്പം എർത്തിൻ്റെ ആംഗുലാർ സ്പീഡ്, എർത്ത് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൂടുവാണെന്നുണ്ടെങ്കിൽ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. എർത്തിൻ്റെ എങ്ങാനും ഡീപ്പായിട്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എർത്തിൻ്റെ ആംഗുലാർ സ്പീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. ആൻഡ് ഇനി എർത്തിൻ്റെ ആംഗുലാർ സ്പീഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ജിയുടെ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇനി ഈ ഒരു പോയിന്റ് കൂടി ഓർത്തോണം. ഇഫ് ദ ആംഗുലാർ സ്പീഡ് ഓഫ് ദി എർത്ത് ബിക്കം 17 times ഓഫ് ഇറ്റ്സ് പ്രസൻസ്, അതായത് ഇപ്പോൾ ഉള്ള എർത്തിൻ്റെ ആംഗുലാർ സ്പീഡിൻ്റെ 17 മടങ്ങ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദ ബോഡി അറ്റ് ദി ഇക്വേറ്റർ വിൽ ബിക്കം വെയ്റ്റ്ലെസ്നെസ്. ഞാൻ പറഞ്ഞു ഇക്വേറ്ററിലുള്ള ഒരു ബോഡി എന്തായിട്ട് അനുഭവപ്പെടും, വെയ്റ്റ്ലെസ് ആയിട്ട്, അതായത് അവന് വെയിറ്റ് കാണില്ല. അത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. 17 times സ്പീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേറ്ററിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്ര ആവും മക്കളെ, കുറഞ്ഞങ്ങ് 0 കണ്ടോ. അങ്ങനെ 0 ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, അവിടെ മീൻസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണെങ്കിൽ അവിടെ ഒരു ബോഡി വന്ന് നിൽക്കുവാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, m/0 എത്ര വരും, 0 ന്യൂട്ടൺ ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. 17 times അതിൻ്റെ പ്രസൻറ്റ് സ്പീഡ് ആവുകയാണെങ്കിൽ അതെന്താ അവിടെ, അത് ഗ്രാവിറ്റി അറ്റ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ ഇക്വേറ്റർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 0 ആയിരിക്കും. ആ ബോഡിക്ക് എന്ത് ചെയ്യും, വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. സോ ഈ 2 പോയിന്റ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇതൊന്നും അധികം ചോദിച്ചിട്ടില്ല. ഈ പോളിൻ്റെ കേസും ഇക്വേറ്ററിൻ്റെ കേസും സെൻറ്ററിൻ്റെ കേസുമാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അത് അഡീഷണലി എങ്ങാനും ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എർത്തിൻ്റെ ആംഗുലാർ സ്പീഡ് കൂടുകയാണെങ്കിൽ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും, കുറയും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അതേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് പറയാനായിട്ട്. ദെൻ അടുത്തത് നെക്സ്റ്റ്, ഇനി നമ്മൾ പ്ലാനറ്റ് എടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു G = gm/r² ആണ് കണ്ടോ. G = gm/r² ആണ് നമ്മുടെ വാല്യൂ. ജിയുടെ വാല്യൂ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഒന്ന് മാസ് ഓഫ് ദാറ്റ് പ്ലാനറ്റും 2 റേഡിയസ് ഓഫ് ദാറ്റ് പ്ലാനറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാല്യൂ വെച്ച് കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് ജിയുടെ വാല്യൂ ഏറ്റവും മാക്സിമം കാണുന്നത് ഏതിലാണ്, ജൂപ്പിറ്ററിലാണ് കേട്ടോ. ജിയുടെ വാല്യൂ ഏറ്റവും മാക്സിമം കാണുന്നത് ജൂപ്പിറ്ററിലും ജിയുടെ വാല്യൂ ഏറ്റവും മിനിമം കാണുന്ന പ്ലാനറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, മെർക്കുറിയാണ് കേട്ടോ. ഏറ്റവും ചെറിയ പ്ലാനറ്റ് ഏതാണ്, മെർക്കുറിയാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണേ. ഇനി നമ്മളിവിടെ ഹൈ ടൈഡും ലോ ടൈഡും ഒക്കെ ഇല്ലേ, വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഹൈ ടൈഡും ലോ ടൈഡും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദി അട്രാക്ഷൻ ഓഫ് ദി മൂൺ ഓൺ ദി എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിലുള്ള മൂണിൻ്റെ അട്രാക്ഷൻ മൂലമാണ് എന്തുണ്ടാകുന്നത്, ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാകുന്നത്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാകുന്നതിൻ്റെ കാരണം ഡ്യൂ ടു ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ ദി മൂൺ ആണ് കേട്ടോ. മൂൺ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ മൂണ് നമ്മൾ എർത്തിൻ്റെ അതേ ഇതിൽ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ മൂണ് നമ്മൾ ഇവിടുത്തെ വാട്ടറിനെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ഹൈ ടൈഡ് വരുന്നത്. ആ ഹൈ ടൈഡ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും, ലോ ടൈഡ് ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ ജിയോഗ്രഫിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ ദി മൂൺ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. ഇനി മക്കളെ, ഇനി നമുക്കുള്ളത് അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്. അതായത് ഒരു ലിഫ്റ്റിനകത്ത്, അതായത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ബോഡി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോഡിയിൽ മാസുള്ളൊരു ബോഡി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും മക്കളെ, mg ആയിരിക്കും കേട്ടോ. ആ ബോഡി റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ. ഇനി നമ്മൾ ലിഫ്റ്റിൽ വരുന്ന സമയത്ത് കേസ് അതല്ല. ഒരു ലിഫ്റ്റിൽ മാസുള്ളൊരു ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിഫ്റ്റിന് എന്ത് ചെയ്യും, ആ ലിഫ്റ്റ് താഴോട്ടും മുകളിലേക്കും പോകുന്ന സമയത്ത് ആ ലിഫ്റ്റിന് ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. കാരണം ആ ലിഫ്റ്റ് എന്താണ്, ആ 0 സ്പീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ സ്പീഡിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ ലിഫ്റ്റിന് എന്താണ്, ഒരു ആക്സിലേഷൻ ഉണ്ടാകും. ആ ആക്സിലേഷനും നമ്മൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൂടി ചേർന്നിട്ടാണ് അവിടെ ഒരു എന്തെന്ന് പറയുന്നത് എഫക്റ്റീവ് വെയിറ്റ് എന്നുള്ളൊരു ഫിനോമിനൻ വരുന്നത് കേട്ടോ. എഫക്റ്റീവ് വെയിറ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് വെയിറ്റ്. ആ എഫക്റ്റീവ് വെയിറ്റ് അല്ലെങ്കിൽ അതിനെ പറയുന്നത് ഒരു അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയും കേട്ടോ. എഫക്റ്റീവ് അപ്പാരൻറ്റ്
അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദാറ്റ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിക്കകത്ത് അനുഭവപ്പെടുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു വെയിറ്റ് സെറ്റപ്പാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ആ ബോഡിയിൽ ആ ലിഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ആ വെയിറ്റിന് കുറവോ കൂടുതലോ വരത്തുള്ളൂ. ആ ലിഫ്റ്റ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വെയിറ്റ് കൂടുകയോ കുറയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ആ ഒരു കേസാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾക്ക് പിക്ചേഴ്സ് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഒരാൾ സാധാരണ രീതിയിൽ നോർമലായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കും. ഒരു ലിഫ്റ്റ് മൂവ് ചെയ്യുന്നില്ല, അയാൾ നോർമലായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കും. അയാളെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ആയിരിക്കും? ആ മുമ്പുള്ള വെയിറ്റ് തന്നെ ആയിരിക്കും. ആ വെയിറ്റിന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകത്തില്ല. വെയിറ്റ് എന്ന് പറയുന്നത് അയാളുടെ എന്തിന് ഈക്വലായിരിക്കും? അയാളെ നോർമലി ഉള്ള വെയിറ്റിന് തന്നെ ഈക്വലായിരിക്കും അയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നതായിരിക്കും വിത്ത് ആൻ ആക്സലേഷൻ എ എന്ന് പറയുന്ന ആക്സലേഷനിലൂടെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദി നോർമൽ വെയിറ്റ്. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എഫക്റ്റീവ് ആക്സലേഷൻ എന്ന് പറയുന്നത് G+A ആയിരിക്കും. നിങ്ങൾക്ക് അതൊന്നും വേണ്ട, ആ തിയറിയിലോട്ടൊന്നും നിങ്ങൾ പോകണ്ട. ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ബോഡി താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, ലിഫ്റ്റിൽ കൂടി താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ ബോഡിയുടെ വെയിറ്റ് എന്ത് ചെയ്യും മക്കളെ? വെയിറ്റ് കൂടും. ഓർത്തോണം, വെയിറ്റ് കൂടും, കുറയല്ല, വെയിറ്റ് കൂടുമായിരിക്കും ചെയ്യുന്നത്. ഇനി അതേ ലിഫ്റ്റ് തന്നെ മുകളിൽ നിന്ന് താഴോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ആരോ നോക്കിയാൽ അത് കണ്ട, ആരോ താഴോട്ടാണ് വീഴുന്നതെങ്കിൽ എന്ത് ചെയ്യും? വെയിറ്റ് ഡിക്രീസ് ചെയ്യും കേട്ടോ. വെയിറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ലെസ്സർ ദാൻ ദി നോർമൽ വെയിറ്റ് ആയിരിക്കും അയാൾക്ക്. ആൻഡ് ഒരു അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ നോർമൽ വെയിറ്റ് ആയിരിക്കും. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു താഴോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? വെയിറ്റ് കുറഞ്ഞു വരും. ഇനി ഈ ഒരു ലിഫ്റ്റിൻ്റെ സ്ട്രിങ് അങ്ങ് പൊട്ടിയാലോ? ഇഫ് ദ സ്ട്രിങ് ഓഫ് ദി ലിഫ്റ്റ് ബ്രേക്സ്, സ്ട്രിങ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലോ എന്ത് ചെയ്യണം? സ്ട്രിങ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ അതേ സ്പീഡ് തന്നെ. അതായത് സ്ട്രിങ് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ബോഡി എന്തിലാണ്? ഫ്രീ ഫോളിലാണ് എന്നാണ് കേട്ടോ. ആ ബോഡി എന്തിലാണ്? ഫ്രീ ഫോളിലാണ്. ഓർത്തോണം മക്കളെ, ഫ്രീ ഫോളിലുള്ള ഒരു ബോഡി ഫ്രീ ഫോളിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെയിറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും മക്കളെ? 0 ആയിരിക്കും. അല്ലെങ്കിൽ ആ ബോഡിക്ക് എന്തായിരിക്കും? വെയ്റ്റ്ലെസ്നെസ് ആയിരിക്കും. ക്ലിയറാ? ആ ബോഡിക്ക് എന്തായിരിക്കും? വെയ്റ്റ്ലെസ്നെസ് ആയിരിക്കും. അപ്പോൾ ഓർത്തോണം, ഒരു ബോഡി എന്ത് ചെയ്യും? സ്ട്രിങ് പൊട്ടി താഴോട്ട് വീഴുവാണെങ്കിൽ, ആ ബോഡി താഴോട്ട് വീഴുവാണെന്നുണ്ടെങ്കിൽ ആ ബോഡി ഈസ് അണ്ടർ ഫ്രീ ഫോൾ ആയിരിക്കും. ഫ്രീ ഫോളിലുള്ള ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ ആ ബോഡി എന്തായിരിക്കും? വെയ്റ്റ്ലെസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. വെയ്റ്റ്ലെസ്നെസ്, അതായത് ആ മോഷനിൽ മാത്രമേ വെയ്റ്റ്ലെസ്നെസ് ഉള്ളൂ. ഓർത്തോണം, ഈ കാണുന്ന ഒരു കേസിലും മാസിന് യാതൊരുവിധ ചേഞ്ചും കാണത്തില്ല. ആ ബോഡിയുടെ മാസ് റിമെയിൻസ് ദ സെയിം ആയിരിക്കും. ആ ബോഡിയുടെ മാസിന് യാതൊരുവിധ ചേഞ്ചും കാണില്ല. ആ ബോഡിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സിനാണ് നമ്മൾ വെയിറ്റ് എന്ന് വിളിക്കുന്നത്. ആ വെയിറ്റിന് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിന് മാത്രമേ എന്തുണ്ടാവൂ? ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും അവൻ്റെ മാസിന് ചേഞ്ച് ഉണ്ടാവില്ല. വാട്ട് ഈസ് എ മാസ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ നോ ചേഞ്ച് ആണ്. ക്വസ്റ്റ്യനിൽ വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ആ കൂടിയും കുറയും ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരുന്നോണം കേട്ടോ. ബോഡിയുടെ മാസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ എല്ലാ കേസിലും ഫ്രീ ഫോൾ ആണെന്നുണ്ടെങ്കിലും മേളിലോട്ട് പോകണമെങ്കിലും താഴോട്ട് പോകണമെങ്കിലും എങ്ങനെ പോയാലും കുഴപ്പമില്ല. മാസിന് യാതൊരു വ്യത്യാസം വരില്ല. പക്ഷേ എന്തിന് വ്യത്യാസമുണ്ട്? അവിടുത്തെ ആ വെയിറ്റിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷനാണ്. അപ്പോൾ കെപ്ലേഴ്സ് ലോ എന്താ മക്കളെ? കെപ്ലേഴ്സ് ലോ നിങ്ങളൊക്കെ പഴയ നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്? കെപ്ലേഴ്സ് ലോ എന്ന് പറയുന്നത്. പക്ഷേ ഈ ലോയ്ക്ക് കറൻ്റ്ലി ഇപ്പം വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പം ഈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ഒരു ലോ ആണ് കേട്ടോ. കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. ഈവൻ നമ്മളെ പ്ലാനറ്റ് ഇപ്പം ഫ്ലാറ്റ് ആണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ട്. നമ്മൾ ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി എന്നൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ. ആ ഒരു ഗ്രൂപ്പുകൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന എർത്ത് ഫ്ലാറ്റ് ആണെന്നാണ് കേട്ടോ. ആക്ച്വലി എർത്ത് ഫ്ലാറ്റ് അല്ല. എർത്തിനൊരു എന്ത് ഷേപ്പാണുള്ളത്? എർത്തിൻ്റെ ഷേപ്പ് ജിയോയിഡൽ ഷേപ്പ് എന്നാണ് കേട്ടോ നമ്മൾ എർത്തിൻ്റെ ഷേപ്പിനെ പറയുന്നത്. അല്ലാതെ ഒരു പെർഫെക്റ്റ് സ്പിയർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ജിയോയിഡൽ ഷേപ്പ് എന്നാണ് എർത്തിൻ്റെ ഷേപ്പിനെ നമ്മൾ റെഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി ഈ കെപ്ലേഴ്സ് ലോ എന്ന് പറയാം. കെപ്ലേഴ്സ് ലോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കേട്ടോ, നമ്മൾ ആദ്യകാലങ്ങളിലുള്ള മീൻസ് നമ്മുടെ ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ എർത്തിൻ്റെ ആ മോഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആദ്യകാലങ്ങളിലുള്ള ഒരു എന്താ പറയുക, ഒരു കണ്ടുപിടുത്തമാണ് ഈ കെപ്ലേഴ്സ് ലോ. അതുകൊണ്ടാണ് ആ ലോയൊക്കെ നമ്മളിപ്പോഴും പഠിക്കുന്നത്, ഈവൻ ഇഫ് അത് തെറ്റാണെങ്കിൽ കൂടി കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ആദ്യകാലത്തൊക്കെ വിചാരിച്ചിരുന്നത് എർത്താണ് ഏറ്റവും
എന്താ സെൻറ്റർ എന്ന് പറയുന്നത്. ആൻഡ് സണ്ണും ബാക്കിയുള്ള പ്ലാനറ്റ്സും എർത്തിനെ ചുറ്റുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. അതിനെ നമ്മൾ ജിയോ സെൻട്രിക് തിയറി എന്നൊക്കെയാണ് പറയുന്നത്. ജിയോ സെൻട്രിക്, അതായത് എർത്ത് നടുക്ക്, ജിയോ സെൻട്രിക്. അതിനുശേഷമാണ് നമ്മൾ കുറേ നാളിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, സണ്ണാണ് നടുക്ക്, സണ്ണിന് ചുറ്റുമാണ് എന്ത് എർത്ത് കറങ്ങുന്നത്. പണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ തല്ലിക്കൊല്ലുന്നവരെ ഇതുണ്ടായിരുന്നു. അന്നത്തെ വിശ്വാസങ്ങളും അന്നത്തെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയില്ലായ്മ കൂടി കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നമ്മളെ പറഞ്ഞ കണക്ക് നമ്മുടെ സണ്ണ് ഏറ്റവും നടുക്ക് വരുന്ന ആ ഒരു തിയറി നമ്മൾ സാധാരണ ഹീലിയോ സെൻട്രിക് തിയറി എന്നൊക്കെയാണ് പറയുന്നത്. ഹീലിയോ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു സണ്ണാണ്, ജിയോ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു എർത്താണ്. അപ്പോൾ ജിയോ സെൻട്രിക് എന്ന് പറഞ്ഞാൽ എർത്ത് സെൻട്രലായിട്ട് വരുന്ന പഴയ തിയറി. ഹീലിയോ സെൻട്രിക് എന്ന് പറഞ്ഞാൽ സണ്ണ്, ഇപ്പം നമ്മളെ ലേറ്റസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സയൻസ് പറയുന്നതാണ് ഹീലിയോ സെൻട്രിക് തിയറി എന്നാണ്. അപ്പോൾ അതൊന്നും വേണ്ട. ഇനി മക്കളെ നമുക്ക് കെപ്ലർസ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ, ഇയാൾ 3 ലോ ആണ് കെപ്ലർ ലോ പറയുന്നത് കേട്ടോ. 3 ലോ ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ പറയുന്നത്, കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത്, ഓൾ പ്ലാനറ്റ്സ് മൂവ് അറൗണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റൽ വിത്ത് ദി സൺ ബീയിങ് അറ്റ് വൺ ഓഫ് ദി ഫോക്കസ്. അപ്പം നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ കണക്ക് കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ പറഞ്ഞ ഇതാണ്. അതായത് ഈ സണ്ണെന്ന് പറയുന്ന ആൾ അയാളുടെ ചുറ്റും പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണെന്നാണ് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് ഈ പാത്തിൻ്റെ പേര്, എലിപ്റ്റിക്കൽ പാത്ത്. എലിപ്റ്റിക്കൽ എല്ലാവരും കാണുമ്പോൾ പാരാബോള ഒന്നും എടുത്ത് വെക്കില്ല കേട്ടോ. പാരാബോളയൊക്കെ നമ്മൾ എവിടെ ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു ട്രജക്ടറി വരുമ്പോഴാണ് അവിടെ പാരാബോള വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എലിപ്റ്റിക്കൽ പാത്താണ്. ഈ എലിപ്റ്റിക്കൽ പാത്താണ് എവിടെ വരുന്നത്? ഈ പറഞ്ഞ കണക്ക് കെപ്ലർ ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? ഒരു എലിപ്സ്. ഇനി മക്കളെ ഓർത്തോണം, ഈ എലിപ്സ് എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എലിപ്സ് എന്നുള്ള സംഭവത്തിന് ഇത് 2 ഫോക്കൈ ആണുള്ളത്. 2 നമ്മൾ സർക്കിളിന് ഒരു സെൻറ്റർ എന്ന് പറയുന്ന കണക്ക് ഇത് 2 ഫോക്കൈ ആണുള്ളത്. ഈ 2 ഫോക്കയെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈനെ നമ്മൾ പറയുന്ന പേര് മേജർ ആക്സിസ് എന്നാണ് കേട്ടോ. ഈ ലൈനിനെ പറയുന്ന പേര് എന്താണ്? മേജർ ആക്സിസ് ആണ്. അതിൻ്റെ നടുക്കൂടുള്ളതാണ് ഈ ലൈൻ. എലിപ്സിൻ്റെ നടുക്കുള്ള ഈ ലൈനെ നമ്മൾ പറയുന്ന പേര് മൈനർ ആക്സിസ് എന്നാണ് കേട്ടോ. മൈനർ ആക്സിസ് എന്നാണ്. ഇനി ഈ മേജർ ആക്സിസിൻ്റെ ഈ പകുതിയുള്ള ഈ ലെങ്ത് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ എ എന്നും ആർ എന്നും റെപ്രസെൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ പകുതി ആയതുകൊണ്ട് തന്നെ ഈ എ പറയുന്ന പേരാണ് സെമി മേജർ ആക്സിസ് എന്ന് പറയും. ഇതിനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? സെമി മേജർ ആക്സിസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് സെമി മേജർ ആക്സിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ? മേജർ ആക്സിസിൻ്റെ നേരെ പകുതി. ആ ടേം നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സെമി മേജർ ആക്സിസ് മേജർ ആക്സിസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് സണ്ണിന് ചുറ്റും പ്ലാനറ്റ് ഏത് പാത്തിലാണ് പോകുന്നത്? ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ് പോകുന്നത് കേട്ടോ. എലിപ്റ്റിക്കൽ പാത്തിലാണ് പോകുന്നത്. ആൻഡ് സൺ എന്ന് പറയുന്ന ആൾ എന്താണ്? അതായത് 2 എണ്ണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കയിലായിരിക്കും നിൽക്കുന്നത് കേട്ടോ. ഇതിലേതെങ്കിലും ഒരു ഫോക്കയിലായിരിക്കും ആയിരിക്കുന്നത് സൂര്യൻ നിൽക്കുന്നത്. ഇതാണ് എന്ത് പറയുന്നത്? കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത്. ക്ലിയറാന്ന് വിചാരിക്കുന്നു. സോ ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൽ വലിയ കാര്യമില്ല. ഇതിൻ്റെ കാര്യമൊന്നും ആ പാത്തൊന്നും ഓർത്തിരുന്നാൽ മതി. വേറെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇനി കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് ഇതാണ്. ദ ലൈൻ ജോയിങ് ദ പ്ലാനറ്റ് ടു ദി സൺ സീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരേ ടൈമിൽ ഇതിന് ദൂരമുണ്ട്. അതായത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ സണ്ണിൽ നിന്ന് ഫാർദറായിട്ടുള്ള സൈഡാണ്, ദൂരം കൂടുതലാണ്. ഇതെന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ എന്ത് സൈഡാണ്? ഈ ഭാഗം എന്ന് പറഞ്ഞാൽ സൂര്യന് അടുത്ത സൈഡ്. അതിനെ നമ്മൾ നിയറർ സൈഡ് എന്നാണ്. മറ്റേ ഫാർദർ സൈഡും ഒന്ന് നിയറർ സൈഡുമാണ്. നിയറർ എന്ന് പറഞ്ഞാൽ എന്തോ അടുത്തുള്ള സൈഡ്, ഫാർദർ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള സൈഡ്. ഈ ദൂരമുള്ള സൈഡിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇവിടുന്ന് ഇത്രയും മൂവ് ചെയ്താൽ തന്നെ ചെറിയൊരു ദൂരം തന്നെ മൂവ് ചെയ്താൽ ഇപ്പോൾ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 100 ദിവസം കൊണ്ട് ഇത്രയും മൂവ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? ഇത്രയും ഏരിയ എന്ത് ചെയ്യും? സ്വീപ്പ് ഔട്ട് ചെയ്യും. കണ്ടോ, ഇത്രയും ഏരിയ എന്ത് ചെയ്യും? സ്വീപ്പ് ഔട്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇത്രയും ദൂരം വരാൻ ഇങ്ങനെ ഇത്രയും വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇതിന് ഈക്വലൻ്റ് ഈ ഒരു ഏരിയക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഏരിയ ഇവിടെ കവർ ചെയ്യണമെങ്കിൽ എന്തല്ല, ഇവിടെ എടുത്ത 100 ഡേയ്സ് അല്ല വേണ്ടുന്നത്. ചിലപ്പോൾ 100 ഡേയ്സ് എന്നുള്ളത് എത്ര ആവും? 150 ഡേയ്സ് ആവും. മനസ്സിലായില്ലേ? അതായത് അപ്പം അതിൻ്റെ നേരെ തിരിച്ചുള്ള കാര്യമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് 100 ദിവസം ഇവിടെ എടുക്കുന്ന ആ ഒരു ഏരിയയും 100 ദിവസം ഇവിടെ എടുക്കുന്ന ഏരിയയും സെയിം ആണ് എന്നാണ് ആര് പറയുന്നത്? കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ പറയുന്നത്. അതായത് 100 ദിവസം കൊണ്ട്
ഇവിടുന്ന് സ്വെപ്പ് ചെയ്യുന്ന ഈ ഏരിയയും 100 ദിവസം കൊണ്ട് ഇവിടെ സ്വെപ്പ് ചെയ്ത ഈ ഏരിയയും സെയിം ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ സെയിം ആകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം, ഫാർദർ സൈഡ് എത്തുമ്പോൾ അവരെന്ത് ചെയ്താൽ മതി, 100 ദിവസം കൊണ്ട് കുറച്ച് ഇത്രയും ഇവിടുന്ന് ഇത്രയും കർവ് മാത്രം മൂവ് ചെയ്താൽ മതി അല്ലേ. ഇവിടുന്ന് ഇത്രയും മൂവ് ചെയ്താൽ തന്നെ എന്ത് കിട്ടും, ഇത്രയും വലിയൊരു ഏരിയ കിട്ടും. അപ്പം ഫാർദർ സൈഡിൽ, അറ്റ് ദി ഫാർദർ സൈഡിൽ എർത്ത് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് എന്തായിരിക്കും, സ്ലോവറായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് കേട്ടോ. ഒരേ സമയം ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇത്രയും കുറച്ച് ഇത്ര ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്താൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഇത്ര ഏരിയ സ്വീപ്പ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് വെൻ ഇറ്റ്സ് കം ടു ദി നിയറർ സൈഡ്, നിയറർ സൈഡ് അടുത്ത സൈഡിൽ വരുമ്പോഴത്തേക്ക് 100 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇത്രയും ദൂരം എന്ത് ചെയ്യണം, 100 ദിവസം കൊണ്ട് സഞ്ചരിക്കണം. അപ്പോൾ അതായത് നിയറർ സൈഡിൽ വരുമ്പോഴത്തേക്ക് പ്ലാനറ്റ് എന്ത് ചെയ്യണം, ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യണം കേട്ടോ. എന്ത് ചെയ്യണം, ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യണം. ഇതാണ് കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് തെറ്റായിട്ടുള്ള തിയറിയാണ്. കാര്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എർത്തിന് ദൂരെ പോകുമ്പോൾ ഒരു സ്പീഡ്, അടുത്ത് വരുമ്പോൾ വേറൊരു സ്പീഡ്, ഇങ്ങനെ ഒരു സ്പീഡായിരിക്കും ഇതിന് വരുന്നത്. അപ്പോൾ ഇത് എന്താല്ല ശരിയായിട്ടുള്ള ഇതല്ല, അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ ഓർത്തോണം, കെപ്ലറിൻ്റെ സെക്കൻഡ് ലോയാണ് നമ്മൾ വിളിക്കുന്നത് ലോ ഓഫ് ഏരിയാസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ലോ ഓഫ് ഏരിയാസ് എന്നൊക്കെ പറഞ്ഞ് ഈ ലോയെ വിളിക്കാറുണ്ട്. കാര്യം ഈക്വൽ ഏരിയ ഈക്വൽ ടൈം കൊണ്ട് സ്വീപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്തോണം, 100 ദിവസം കൊണ്ട് ഇത്രയും കവർ ചെയ്യുന്ന ഏരിയ 100 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെയും കവർ ചെയ്യണമെങ്കിൽ ഇവിടെ മീൻസ് അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം, ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യണം. ദൂരെ കിടക്കുന്നിടത്ത് എന്ത് ചെയ്താൽ മതി, സ്ലോവറായിട്ട് മൂവ് ചെയ്താൽ മതി. അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കോഡ് കൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കണേ, ഇതാണ് എന്തെന്ന് പറയുന്നത്, കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ആ ലോയെ നമ്മൾ എന്ത് ചെയ്യും, ലോ ഓഫ് ഏരിയാസ് എന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഇനി അടുത്ത മൂന്നാമത്തെ ലോ, അതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോ, അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ലോസ് ആണ് കേട്ടോ. മൂന്നാമത്തെ ലോ ഇതാണ്, ദ സ്ക്വയർ ഓഫ് ദി ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ക്യൂബ് ഓഫ് ഇറ്റ് സെമി മേജർ ആക്സിസ്. അപ്പോൾ മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞു സെമി മേജർ ആക്സിസ് എന്താണെന്നല്ലേ. അപ്പോൾ സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിൾ വേർഡ്സിൽ ഇങ്ങനെ പറയാം, ഇതൊരു എലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ആ എലിപ്സിൻ്റെ നേരെ പകുതി, രണ്ട് ഫോക്കസിൻ്റെ നേരെ പകുതിയായ ഇതെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെമി മേജർ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അപ്പം കെപ്ലറിൻ്റെ തേർഡ് ലോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടൈം പീരീഡ് അല്ലേ, ദ ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് പ്രപ്പോർഷണൽ ടു ദി ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബിന് പ്രപ്പോർഷണലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട, ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ ക്യൂബ് എന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇതിനെ ചിലപ്പോൾ ആർ എന്ന് വിളിക്കാം, അങ്ങനെ ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ആർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ടി സ്ക്വയർ ബൈ എ ക്യൂബ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെയും ചോദിക്കാം. ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഇതാണ് കെപ്ലറിൻ്റെ തേർഡ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടി സ്ക്വയറും ക്യൂബും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടൈം പീരീഡാണ് കേട്ടോ. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈം പീരീഡാണ് കേട്ടോ. അതിൻ്റെ ടൈം പീരീഡാണ് ടി എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത് ആണ് കേട്ടോ. സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്തിരുന്നു കേട്ടോ. ഇത് രണ്ട് രീതി ചോദിക്കാൻ, ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ ക്യൂബ് അല്ലെങ്കിൽ ടി സ്ക്വയർ ബൈ എ ക്യൂബ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. രണ്ടും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് കേട്ടോ. സോ ഇനി ഇതിനകത്ത് വരുന്ന ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. സാറ്റലൈറ്റ്, അപ്പോൾ ഇതും ഈ പറഞ്ഞ കണക്ക് കാണാൻ പഠിക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് സാറ്റലൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അപ്പോൾ സാറ്റലൈറ്റ്സ് വിച്ച് റിവോൾവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എർത്ത് റൊട്ടേഷൻ, എർത്തിൻ്റെ റൊട്ടേഷൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആണ് ആര് മൂവ് ചെയ്യുന്നത്, ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷനാണ് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് എന്ത് പറയുന്നത്, എർത്തിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഓർത്താണ്, ദ ടൈം പീരീഡ് ഈസ് സെയിം ആസ് എർത്ത് റൊട്ടേഷൻ. എർത്തിൻ്റെ റൊട്ടേഷൻ്റെ അതേ സെയിം ടൈം പീരീഡ് തന്നെ ആയിരിക്കും ആർക്കുള്ളത്, ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനുള്ളത്. അതായത് ഇപ്പം നമ്മൾ പഠിച്ചിട്ടില്ലേ റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞ സംഭവം അല്ലെ. ഒരു ബോഡി മൂവ് ചെയ്യുന്ന അതേ സ്പീഡ് വേറൊരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇവർ രണ്ട് എന്തിലായിരിക്കും, റെസ്റ്റിലാണെന്ന് തോന്നും, അല്ലെങ്കിൽ സ്റ്റേഷനറി ആണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് പേര് വന്നത്, ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന പേര് വന്നത്. അപ്പോൾ ഓർത്തോണം, രണ്ടുപേരും മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എർത്ത് കറങ്ങുന്ന അതേ സ്പീഡിൽ തന്നെ ആര് മൂവ് ചെയ്യുന്നുണ്ട്, ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്,
മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ആ എർത്തിലിരിക്കുന്ന ഒരാൾക്ക് ഇതെന്ത് ചെയ്യും, സ്റ്റേഷനറി ആയിട്ട് ഒരു പോയിന്റിൽ ഇരിക്കുകയാണെന്ന് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി എർത്തിൻ്റെ അതേ പീരീഡ് ഓഫ് റൊട്ടേഷൻ ഉള്ള സാറ്റലൈറ്റ്സിന് അത് ജിയോ സ്റ്റേഷനറി ആണെന്നെങ്കിൽ അതെന്താവണം, എർത്തിൻ്റെ ഇക്വേറ്ററിൻ്റെ അതിലേക്ക് കൂടി തന്നെ കറങ്ങണം. ഇനി എർത്തിൻ്റെ ഇക്വേറ്ററിൽ അല്ലാതെ ഈ ഒരു രീതിയിൽ ഈ ഒരു ആക്സിൽ ഇങ്ങനെ കറങ്ങിയാലും അതിൻ്റെയൊക്കെ ഈ പറഞ്ഞ കണക്ക് എന്താ ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 24 hours ആണ്. അല്ലെങ്കിൽ എർത്തിൻ്റെ അതേ ടൈം പീരീഡ് ഉള്ള അങ്ങനത്തെ ഉള്ള സാറ്റലൈറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ജിയോ സിങ്ക്രണസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, എർത്തിൻ്റെ അതേ ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ ഉള്ളതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് 36,000 കിലോമീറ്റർ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 35,800 കിലോമീറ്റർ ആണ്. അതിന് ആവറേജ് ആണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്, ഇവയെ കാണപ്പെടുന്നത്. അപ്പോൾ ഹൈറ്റ് ഓർത്തോണം, 3,600 കിലോമീറ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ 36,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 35,800 കിലോമീറ്റേഴ്സ് ആണ് എന്ത് വരുന്നത്, ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ആ കാര്യം ഓർമ്മയിൽ വെച്ചേക്കുക. ഇനി ഓർബിറ്റ്സ് ഓഫ് ദീസ് സാറ്റലൈറ്റ്സ്, ഈ സാറ്റലൈറ്റ്സിൻ്റെ ഓർബിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പാർക്കിംഗ് ഓർബിറ്റ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഓർബിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് പാർക്കിംഗ് ഓർബിറ്റ്സ് എന്നാണ് ഇതിൻ്റെ ഓർബിറ്റ്സിനെ വിളിക്കുന്നത്. ആൻഡ് ഇനി ഇതിൻ്റെ അപ്പാരൻറ്റ് പൊസിഷനിലുള്ളൊരു പ്രത്യേകത, ഫ്രം എ ഗ്രൗണ്ട് ബേസ്ഡ് പെർസ്പെക്റ്റീവ്, അതായത് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് എന്താണ് സെയിം സ്പീഡ് ആയതുകൊണ്ട് തന്നെ ദീസ് സാറ്റലൈറ്റ്സ് അപ്പിയേഴ്സ് ടു ബി സ്റ്റേ ഇൻ എ സ്പോട്ട് ഇൻ ദ സ്കൈ, അതായത് മേളിൽ ഒരൊറ്റ സ്പോട്ടിൽ തന്നെ നിൽക്കുവാണെന്ന് നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. സോ അങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് മേക്ക് ദം ഐഡിയൽ ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതർ ആപ്ലിക്കേഷൻ വെയർ എ ഫിക്സഡ് ലൊക്കേഷൻ ഈസ് നീഡഡ്. ഒരു ഫിക്സഡ് ലൊക്കേഷൻ വേണ്ട ആപ്ലിക്കേഷൻസിലെല്ലാം അതുകൊണ്ട് ഈ ഒരു പ്രത്യേകത കൊണ്ട് നമ്മൾ എന്തിനെ യൂസ് ചെയ്യാറുണ്ട്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇതിൻ്റെ ചില ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം, അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ഇതിനെ എന്തിന് യൂസ് ചെയ്യും, ഇവരെ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യും. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആർ വൈഡ്ലി യൂസ് ഫോർ സാറ്റലൈറ്റ് ടെലിവിഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർനെറ്റ് ആക്സസ്. ഇതിനെല്ലാം യൂസ് ചെയ്യുന്ന ഏതാണ്, ഇത് നമ്മുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ രണ്ടാമത് വെതർ ഫോർകാസ്റ്റിംഗ് അല്ലേ, ദേ പ്രൊവൈഡ് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എർത്ത് സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ അലോ ഫോർ വെതർ പാറ്റേൺ ടു ബി മോണിറ്ററൈസ് ആൻഡ് പ്രഡിക്റ്റഡ്. അപ്പോൾ രണ്ടാമത്തെ അതിൻ്റെ യൂസ് എന്തോടെ, അത് വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ദി തേർഡ് യൂസ് ഈസ് നാവിഗേഷൻ അല്ലേ, നാവിഗേഷന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് സഞ്ചാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് എന്ത് യൂസ് ചെയ്യും. സം ജിയോ സാറ്റലൈറ്റ്സ് ആർ എ പാർട്ട് ഓഫ് ജി പി എസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ജി പി എസിൻ്റെ പാർട്ടായിട്ടുള്ള സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് എന്ത് സാറ്റലൈറ്റ്സ് ആയിരിക്കും, അത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സാറ്റലൈറ്റ്സിന് നമ്മൾ യൂസ് ചെയ്യും. അതായത് റിയൽ ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആ ഒരു ടൈമിലായിട്ടുള്ള എന്ത് ഡേ ടൈം കമ്മ്യൂണിക്കേഷനും എമർജൻസി സമയത്ത് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡയറക്റ്റ് ഒന്നും അത് രക്ഷിക്കുന്നുള്ളതല്ല, പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സമയത്ത് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിനും എല്ലാം വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ എൻ്റെ ആപ്ലിക്കേഷനും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ ഹൈറ്റ്, പിന്നീട് അതിൻ്റെ ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം കൂടി ഒന്ന് ഓർത്തിരിക്കും, നമ്മൾ കംപ്ലീറ്റ് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളിത് പഠിക്കുക കേട്ടോ. സോ ദി നെക്സ്റ്റ് വൺ ഈസ് പോളാർ സാറ്റലൈറ്റ്സ്. രണ്ടാമത്തെ ടൈപ്പാണ് നമ്മൾ പോളാർ സാറ്റലൈറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ പോളാർ സാറ്റലൈറ്റ്സിൻ്റെ പ്രത്യേകത നോക്കട്ടെ, ഇതാണ് പോളാർ സാറ്റലൈറ്റ്സ്. ഈ പോളാർ സാറ്റലൈറ്റ്സ് ഈ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എർത്തിൻ്റെ ഇതാണെങ്കിൽ എർത്തിൻ്റെ ഇതാ ഒരു പോളിൽ നിന്ന് വേറൊരു പോൾ കൊടുത്താൽ ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പോളാർ സാറ്റലൈറ്റ്സ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഇതാണ് പോളാർ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് പോളാർ സാറ്റലൈറ്റ്സ്. കണ്ടോ, ഇതാണ് പോളാർ സാറ്റലൈറ്റ്സ്. കണ്ടോ, ഇനി എന്താണ് പോളാർ സാറ്റലൈറ്റ്സ്? ഈ പോളാർ സാറ്റലൈറ്റ്സിന് എന്താണ്, ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു പോളിൽ നിന്ന് മറ്റൊരു പോളിലോട്ടുള്ള ഓർബിറ്റിലാണ്. ആൻഡ് ആ ഓർബിറ്റലിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ പോളാർ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പോളാർ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സ് എന്നാണ് ഈ സാറ്റലൈറ്റ്സിന് വിളിക്കുന്ന മറ്റൊരു പേര്. അത് ട്രാവൽ ചെയ്യുന്ന എങ്ങനെയാണ്, ഇൻ എ
നോർത്ത് സൗത്ത് ഡയറക്ഷൻ അറൗണ്ട് എർത്ത് പാസിങ് ഓവർ ദി പോൾസ്. ആ പോൾസിൻ്റെ മുകളിൽ കൂടി എന്ത് ചെയ്യും, പാസ് ചെയ്ത് പോകുന്ന ആ ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പോളാർ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുക. ആൻഡ് ദേ ആർ ടിപ്പിക്കലി ലോ ആൾട്ടിറ്റ്യൂഡ് സാറ്റലൈറ്റ്സ് ആയിരിക്കും കേട്ടോ. അത് ലോ ആൾട്ടിറ്റ്യൂഡ് സാറ്റലൈറ്റ്സ് ആയിരിക്കും. അതായത് അതിൻ്റെ ഹൈറ്റ് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ നേരത്തെ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സിൻ്റെ എത്രയാണ് പറഞ്ഞത്, 36,000 കിലോമീറ്ററാണ്. പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ടിപ്പിക്കലി ഏതാണ്ട് 500 to 800 കിലോമീറ്റേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 800 ആണ് കൂടുതലും റെഫർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഓർത്തോണം 500-നും 800-നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ലോ ഓൾട്ടിറ്റ്യൂഡ് സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്, പോളാർ സാറ്റലൈറ്റ്സിനെയാണ്. അതൊരു ചെറിയ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ് കേട്ടോ. ചെറിയ ഹൈറ്റിലായിരിക്കും ആര് നിൽക്കുന്നത്, ഈ പോളാർ സാറ്റലൈറ്റ്സ് നിൽക്കുന്നത്. അപ്പം ഇനി അതിൻ്റെ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 100 minutes ആണ്, അല്ലെങ്കിൽ 84 minutes ആണ് കേട്ടോ. 100 minutes എന്ന് ചോദിച്ചാൽ 84 ആണ് ഏറ്റവും പ്രിസൈസ്. 100 minutes to അല്ലെങ്കിൽ 84 to 100 അല്ലെങ്കിൽ 84 minutes ആണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. പക്ഷേ 100 minutes എന്ന് പറഞ്ഞും റെഫർ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓർത്തോണം 100 minutes അല്ലെങ്കിൽ 84 minutes ഒക്കെയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ആ ഒരു റിവോൾവിങ് ടൈം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തെന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഓഫ് ഓർബിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 84 minutes അല്ലെങ്കിൽ 100 minutes ആണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത, this orbital path allows them to provide daily global coverage by observing different swaths of the earth with each orbit. അതായത് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, അതിനൊരു ഡെയിലി ഗ്ലോബൽ കവറേജ്, അതായത് 24 മണിക്കൂറും ഉണ്ട്. ഏകദേശം ഈ പറഞ്ഞ കണക്ക് എന്ത് ചെയ്യും, 24 മണിക്കൂറിൻ്റെ ഏകദേശം 2 തവണ എന്ത് ചെയ്യും, ഇതിന് റൊട്ടേറ്റ് ചെയ്ത് വരാനുള്ള ആ ഒരു അവസരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സാറ്റലൈറ്റിനുണ്ട്. നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. The satellite's orbital plane rotates around the Earth at the same rate as Earth's orbit around the Sun, ensuring a consistent local time at each equator crossing. അതായത് ഈ പോളാർ സാറ്റലൈറ്റിൻ്റെ പ്രത്യേകത, ഈ പോളാർ സാറ്റലൈറ്റ് ഏതൊക്കെ പ്രദേശത്തുകൂടിയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ പ്രദേശത്തെ എല്ലാം സ്റ്റാൻഡേർഡ് ലോക്കൽ ടൈം എപ്പോഴും എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സണ്ണുമായി സിങ്ക്രണൈസ് ചെയ്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എർത്ത് സണ്ണിനെ റെവല്യൂഷൻ ചെയ്യുന്ന അതുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടുള്ള ഒരു മോഷനാണ് ആർക്കുള്ളത്, ഈ പോളാർ സാറ്റലൈറ്റ്സിനുള്ള. അതുകൊണ്ട് തന്നെ ഇതിനെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്, ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞില്ലേ, അതേ കണക്ക് തന്നെ. അതുകൊണ്ട് തന്നെ ഈ സണ്ണിൻ്റെ ആ ഒരു മോഷനെ അല്ലെങ്കിൽ സണ്ണിൻ്റെ ചുറ്റുമുള്ള എർത്തിൻ്റെ ഓർബിറ്റിംഗ് പാത്ത് അല്ലെങ്കിൽ ആ ഒരു സ്പീഡിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോകുന്ന സാറ്റലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേര് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ ഓർത്തോണം, പോളാർ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് ആണ്. ആൻഡ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് ആണ്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ആൻഡ് ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് കിടക്കാം. ഇതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലോബൽ കവറേജ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗ്ലോബൽ കവറേജ് ആണ്. ഡ്യൂ ടു ദെയർ ഓർബിറ്റൽ പാത്ത് ആൻഡ് എർത്ത് റൊട്ടേഷൻ എ പോളാർ സാറ്റലൈറ്റ് ക്യാൻ observe the entire planet twice in 24 hours of period. അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് എർത്തിനെ മൊത്തത്തിൽ എന്ത് ചെയ്യാം, ആ മൊത്തത്തിൽ 2 തവണ എന്ത് ചെയ്യാൻ പറ്റും, ആ എൻറ്റയർ എർത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം ഇതിങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ പോയിന്റിലെത്തുമ്പോഴും എർത്തിൻ്റെ എല്ലാ പൊസിഷനും എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് കവർ ചെയ്ത് വരാൻ പറ്റും. അതുകൊണ്ട് അതിനെ ഒരു ഡെയിലി ഗ്ലോബൽ കവറേജ് നൽകാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ പോളാർ സാറ്റലൈറ്റ്സിന് പറ്റുന്നുണ്ട്. പിന്നീട് തന്നെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേരിയസ് പോളാർ സാറ്റലൈറ്റ്സ് ആർ യൂസ്ഡ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിങ് റിമോട്ട് സെൻസിങ്. ഓർത്തോണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്, പോളാർ സാറ്റലൈറ്റ്സ് ആണ്. റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് അല്ല, ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് അല്ല. റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ പറഞ്ഞെങ്കിൽ പോളാർ സാറ്റലൈറ്റ്സ് ആണ്. ഇവരെ വെതർ മോണിറ്ററിങ്ങിനും എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിനും ആൻഡ് ഈവൻ ചില ടെലികമ്മ്യൂണിക്കേഷൻ പാത്തിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓർത്തോണം, പോളാർ സാറ്റലൈറ്റ്സിൻ്റെ കാര്യങ്ങളും ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ ഓർത്തോണം, പോളാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ജിയോ സ്റ്റേഷണറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇതാണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്ക് ഇവിടെ കഴിയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ എല്ലാവരും ഇന്ന് പറഞ്ഞ പോയിന്റ്സ് എല്ലാം നന്നായിട്ട് നോട്ട് ചെയ്യുക.
എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.